നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ KPSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ്റെ പേപ്പർ 1ൻ്റെ സിലബസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സും നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പേപ്പർ 2ൻ്റെ മെയിൻ എക്സാമിൻ്റെ പേപ്പർ 2ൻ്റെ സിലബസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ പേപ്പർ 1നും പേപ്പർ 2നും പ്രിലിംസിനും വേണ്ടിയിട്ടുള്ള ബുക്ക് ലിസ്റ്റ് അത് നമ്മൾ പറഞ്ഞിരുന്നു. ബുക്ക് ലിസ്റ്റിൻ്റെ ബ്ലോഗ് പോസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ഇനി ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ്. അപ്പോൾ ആദ്യം തന്നെ 12 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്ക് 7 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ജോഗ്രഫി 7 മാർക്ക്, അതുപോലെ എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി എഗെയിൻ 7 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അതിന് 8 മാർക്കാണ്. സ്പോർട്സ് ഇപ്പോൾ ഇത്രയും വരുമ്പോൾ 50 മാർക്സ് ആയിട്ടുണ്ട്. ഇനി സ്പോർട്സ് 3 മാർക്കാണ് സ്പോർട്സിന്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 6 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത്, 15. അപ്പോൾ അതിൽ മാത്സും ഉണ്ട്, റീസണിങ്ങും ഉണ്ട്. ഇംഗ്ലീഷിന് 13 മാർക്ക്, മലയാളത്തിന് 13 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് ഈ ഒരു മെയിൻ എക്സാമിനേഷൻ പേപ്പർ 1ന് വന്നിരിക്കുന്നത്. ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് പോലെ തന്നെ കേരള, ഇന്ത്യ, അതുപോലെ വേൾഡ്, അപ്പോൾ അതിൽ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ മെയിൻസിൻ്റെ ഈ ഒരു പേപ്പർ 1ഉം പ്രിലിംസിൻ്റെ സിലബസും സിമിലർ ആണ്, അല്ലെ സെയിം തന്നെയാണ്. ഇനി ജോഗ്രഫിക്കും 7 മാർക്കാണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ജോഗ്രഫിയുടെ ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി വരുന്നു. ദെൻ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എക്കണോമിക്സിന് 7 മാർക്കുണ്ട്. അതിൽ തന്നെ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ എക്കണോമി, 5-year പ്ലാൻ, ന്യൂ എക്കണോമിക് റിഫോം, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST ഇൻ ഇന്ത്യ, റാഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനഫിറ്റ്സ് ഓഫ് GST. ഇത്രയാണ് എക്കണോമിക്സിൽ വരുന്നത്. പേപ്പർ 2വിൽ കേരളത്തിൻ്റെ എക്കണോമിക്സ് വരുന്നുണ്ട്, അതുപോലെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അങ്ങനെ 2 ടോപ്പിക്സ് ആണ് മെയിനായിട്ടും പേപ്പർ 2വിൽ വരുന്നത്. പേപ്പർ 1ൽ ഇന്ത്യൻ എക്കണോമിക്സും. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസി, ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കോസേറ്റീവ് ഓർഗാനിസം, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിന് 7 മാർക്ക്. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെൻറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, മൊമെൻറ്റം, പ്രൊജക്ടൈൽ മോഷൻ, യൂസസ് ഓഫ് ദ തേർഡ് ലോ, അച്ചീവ്മെൻറ്റ്സ് ഇൻ സ്പേസ് മിഷൻ ഇൻ ഇന്ത്യ, ISRO. Light, lens, mirrors, problem based on R equal to 2F. Different phenomena of light, rainbow, colors of different material, electromagnetic spectrum, IR rays, UV rays, X-rays, photoelectric effect. ഇനി സൗണ്ട്, ഇപ്പോൾ എല്ലാത്തിനെ പറ്റിയിട്ടും സബ് ടോപ്പിക് ഉണ്ട്. ഇനി സൗണ്ട്, അതുപോലെ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക്, എനർജി, പവർ. ഇനി കെമിസ്ട്രി ആണെങ്കിലും 7 മാർക്കാണ്. ആറ്റം, എലമെൻറ്റ്സ്, മെറ്റൽസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സബ് ടോപ്പിക്കുകൾ വരെയുണ്ട്. ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഇതിന് 8 മാർക്കാണ്. ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ് ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ്, അതുപോലെ ഐക്കോൺസ് ആൻഡ് ദെയർ ഫസ്റ്റ് വർക്ക്സ്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെൻറ്റ്, റൈറ്റേഴ്സിൻ്റെ പെൻ നെയിമും നിക് നെയിമും, ഫേമസ് വർക്കുകളും ക്യാരക്ടേഴ്സും, ഫേമസ് കോഡ്സ്, ബുക്സും ഓതേഴ്സും. അപ്പോൾ ഏതെങ്കിലും കോട്ട് വന്നിട്ട് അത് ഏത് ബുക്കിലെയാണ് അല്ലെങ്കിൽ ഏത് ഓതറിൻ്റെയാണ് എന്ന് ചോദിക്കാം.
അപ്പോൾ ഈ ഒരു സിലബസിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൈ നോട്ട് ബുക്കിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് ബുക്കുകൾ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറച്ച് ലിങ്ക്സ് പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പോയി ലിങ്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ബുക്ക് ലിസ്റ്റിൻ്റെ ബ്ലോഗ് പോസ്റ്റ് നമ്മുടെ മൈ നോട്ട് ബുക്കിൻ്റെ വെബ്സൈറ്റിലുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസും അതിൽ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോളോ ചെയ്യുക. ഇനി കൾച്ചർ പറയുവാണെങ്കിൽ കേരള ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസും പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് ദ സെലിബ്രേഷൻ, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ, കൾച്ചറൽ സെൻറ്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. സ്പോർട്സിന് 3 മാർക്കാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ട് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്സ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിനും മലയാളത്തിനുമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വൈസ് വരുന്നത് ഇൻഡിവിജ്വലായിട്ട്. അപ്പം മാത്സും റീസണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് 15 മാർക്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റേജ് നോക്കി പറയുക. ജി കെ അല്ലാതെയുള്ള ടോപ്പിക്കുകൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ അതിൽ ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞു. സ്പോർട്സിൽ തന്നെ ഒരു 10 ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണെങ്കിലും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് സെയിം തന്നെയാണ് നമുക്ക് പ്രിലിംസിനും പഠിച്ചത്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 15 മാർക്സ്. സിമ്പിൾ അരിത്തമെറ്റിക് ഇതിൽ വരുന്നത് ആ സെയിം തന്നെയാണ് സിലബസ്. ഇപ്പോൾ സെയിം തന്നെയാണ് എന്ന് പറയുന്നത് ഫുൾ വായിക്കുന്നത് വേണ്ട, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു മെയിൻസ് എക്സാമിൻ്റെ സിലബസ് ഇപ്പോൾ നേരത്തെ വന്നതാണ് എന്ന് വെച്ച് മെയിൻസിനും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പേപ്പർ 2 ഇപ്പോൾ തന്നെ അതിലേക്ക് കിടക്കണമെന്നല്ല. പ്രിലിംസും പ്രിപ്പയർ ചെയ്യുക, പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മെയിൻസിൻ്റെ ഈ പേപ്പർ 1 ഒക്കെ കവറായി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷിന് 10 മാർക്കാണ് ഗ്രാമറും വൊക്കാബുലറിയും വരുന്നത്. റീജിയണൽ ലാംഗ്വേജ് മലയാളം അതിനും 13 മാർക്കാണ് വരുന്നത്. റീജിയണൽ ലാംഗ്വേജ് കന്നഡ, തമിഴ് സെലക്ട് ചെയ്തവരുണ്ടെങ്കിൽ അതിൽ വരുന്നത് 13 മാർക്സ് ആണ്. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പ്രിലിംസിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. എക്സാം വരാൻ പോകുന്നത് മെയ് ജൂലൈ ആ ഒരു മാസങ്ങളിലാണ്. പിന്നെ ഓഗസ്റ്റ് ഡിസംബർ വരെ ആയിരിക്കും നമുക്ക് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രിലിംസിൻ്റെ എക്സാമാണ് മെയ് ജൂലൈ പറഞ്ഞത്. അപ്പോൾ ഒരു 6 മാസത്തോളം നമുക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ 5 മാസത്തോളം സമയമുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രിലിംസിൻ്റെ സിലബസും അതുപോലെ മെയിൻസിൻ്റെ പേപ്പർ 1ഉം അതുപോലെ പേപ്പർ 2ഉം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് പ്രിലിംസും അതുപോലെ പേപ്പർ 1ഉം മെയിൻസിനെ കമ്പയർ ചെയ്യാം. ഇപ്പോൾ കുറേ കോമൺ ടോപ്പിക്സ് നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്രിലിംസ് നമുക്കൊരു 3 മന്ത്സ് കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യാൻ നോക്കുക. പിന്നീട് റിവിഷൻസും പ്രാക്ടീസും കൂടുതലായിട്ട് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ റിവിഷൻസ് അതുപോലെ പ്രാക്ടീസും ചെയ്യേണ്ടതാണ്. നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതുപോലെ വാട്സപ്പ് ചാനലിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് അതും പ്രിൻ്റ് എടുത്ത് വെക്കുകയോ PDF ആയിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാം. എക്സാം പോലെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് 3 മാസം കൊണ്ട് തന്നെ ഈ ഒരു പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ അതിൽ സിലബസ് കംപ്ലീഷൻ നടത്തുക. ബാക്കി കൂടുതൽ തീവ്രമായ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ നമുക്ക് പ്രിലിംസ് പാസ്സാവുകയും അതിനോടൊപ്പം തന്നെ ഈ ഒരു 2 മാസം വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഈ ഒരു മെയിൻസിൻ്റെ പേപ്പർ 2ൻ്റെ പോർഷൻസ് ജസ്റ്റ് പഠിച്ച് പോകാവുന്നതാണ്. നമ്മൾ ഉടനെ തന്നെ പേപ്പർ 2ൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കാണുക. പക്ഷെ കൂടുതൽ ഫോക്കസ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ഫോക്കസ് പ്രിലിംസിന് കൊടുക്കുക. നേരത്തെ എക്സാംസൊക്കെ എഴുതി ക്ലിയർ ചെയ്യുന്നവരാണ്. ഓൾമോസ്റ്റ് ഒരു 60 മാർക്സ് 70 മാർക്സ് ഡിഗ്രി ലെവൽ എക്സാംസിന് കിട്ടുന്നവരാണെങ്കിൽ ഈ ഒരു പ്രിലിംസ് കൂടാതെ മെയിൻസിൻ്റെ സബ്ജക്ട്സും പാരലായിട്ട് പഠിച്ച് തുടങ്ങേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.